ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. അതുമൂലം മേലുള്ള അശരീര ഗണങ്ങളോടുകൂടെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിനക്കായ വ്രതം പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മീയവും രഹസ്യപൂർണ്ണവുമായ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഞങ്ങളെ നിന്റെ സ്വർഗീയവും ദിവ്യവുമായ നൽവരങ്ങളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ സകലധനത്തെക്കാളധികം നിൻ സാക്ഷ്യത്തിൻ വഴി സ്നേഹിച്ചേ. ഹല്ലേലൂയ. നിൻ കൽപ്പനകളെ ധ്യാനിച്ച് നിൻ മാർഗങ്ങൾ ബോധിച്ചു. നിൻ നിയമം ധ്യാനിച്ച് നിൻ വചനം തെറ്റിക്കായ്വാൻ. ഹല്ലേലൂയ. നിൻ വചനം പാലിച്ചതുപോൽ ജീവിപ്പാൻ അർഹതയരുളുക നിൻ ദാസൻ ഞാൻ. പാടുമോ പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. സ്തോത്രവും പ്രാപുകഴ്ചയും മനസ്സരമായ നല്ലവരെയും ഇടപെടാതെ അവിടുത്തേക്ക് കരയേറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. മനുഷ്യരെ സൃഷ്ടിച്ചാലങ്കരിക്കുകയും പാപവീഴ്ചയിൽ തന്റെ സ്വന്തം രക്തത്താൽ അവരെ വീണ്ടെടുത്ത് രക്ഷിക്കുകയും ചെയ്തവനായ കരുണയുള്ളവനെ സ്തുതി. കൃപാവാദനയുള്ളവനും ആത്മനിറഞ്ഞനുമായ കർത്താവേ, നിന്റെ വിശുദ്ധാലയത്തിന്റെ ശുശ്രൂഷ സ്വീകരിക്കുവാൻ അടുത്തു വന്നിരിക്കുന്ന നിന്റെ ദാസനെ വിശുദ്ധമാത്മാവിലേക്ക് പ്രവേശിപ്പിക്കുന്ന ശുശ്രൂഷയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായ ചൂടുപടിയിരിക്കുന്ന നാളുകളൊക്കെയും സ്തുതി ആരാധനയും നിനക്ക് വ്യക്തമാക്കുന്ന പ്രാപിക്കണമെന്ന് നീക്ഷിക്കുന്നു. സർവത്തിന്മേലും നിന്റെ കൃപ നീ വിരിച്ചിരിക്കുന്നു. സർവത്തിനോടും കരുണ ചെയ്യുന്നു. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സർവത്തെ വാഴ്ത്തുന്നവനും നീയാകുന്നു. കർത്താവേ, ആനന്ദകരമായ നിന്റെ മുഖത്തെ ഇവന്റെ കഴുത്തിൽ സന്തോഷത്തോടുകൂടെ വഹിക്കുന്നതിനായി തിരിഞ്ഞു വന്ന് നിന്റെ തിരുനാമത്തെ കൊണ്ടുവത്തി നിലവലിച്ച് നിനക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഈ ദാസനെ നീ അനുഗ്രഹിക്കണമേ. ഇവനെ നീ കാത്തുകൊള്ളണമേ. ഇവനെ നീ പുണ്യപ്പെടുത്തണമേ. ഇവനോട് കരുണയുണ്ടാവുകയും ചെയ്യണമേ. ഭാഗ്യമുള്ളതായ നിന്റെ ഭവനാവകാശത്തെ ഇവൻ ആഗ്രഹിക്കുന്നു. അതിനാൽ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതേവരെയുള്ള ഇവന്റെ സകല കൽപ്പന ലംഘനങ്ങളെയും മനസ്സോടാതെയോ ഇവൻ ചെയ്തിട്ടുള്ളതായ സകല തെറ്റുകളെയും കരുണയോടെ നീ മായ്ച്ചു കളയണമേ. ഊനമില്ലാതെ ശക്തിയോടുകൂടെ തന്നെ നിനക്ക് യാഗമായി അർപ്പിക്കുവാൻ ഇവനെ നീ ശക്തിപ്പെടുത്തണമേ. കുറ്റമില്ലാത്ത സുഹൃത്ത് ജീവിതത്തിലും നിന്നോടുള്ള സ്നേഹപൂർണ്ണതയിലും ഇവൻ അലങ്കരിക്കപ്പെടണമേ. നിന്റെ ദിവ്യന്മാരുടെ പരിചാരത്തിന് ഇവനെ നീ യോഗ്യനാക്കണമേ. നിന്റെ സ്ത്രീഹന്മാരുടെ വിശുദ്ധിക്ക് ഇവനെ അർഹനാക്കണമേ. നിന്റെ സകലന്മാരുടെ ധൈര്യത്തിന് ഇവനെ നീ യോഗ്യനാക്കണമേ. ഇവയെല്ലാം കൊണ്ട് സമ്പാദിക്കുന്ന ശോഭയാൽ പൂർണ്ണ സുഹൃത്തമുള്ളവനായി നിന്റെ വിശുദ്ധാത്മാരോടുകൂടെ ഇവനെ ചേർക്കണമേ. ജീവിപ്പിക്കുന്നതായ നിന്റെ കൽപ്പനകൾ അനുഷ്ഠിക്കുന്നതിനാലുള്ള പ്രകാശത്തിലേക്ക് ഇവനെ നീ അടുപ്പിക്കണമേ. പാപപരങ്ങളായ എല്ലാ ആലോചനകളെയും നിരൂപണങ്ങളെയും സംഭവങ്ങളെയും ചവിട്ടിക്കളയുവാൻ ഇവനെ നീ ശക്തിപ്പെടുത്തണമേ. നശിപ്പിക്കുന്നതായ വികാരങ്ങളെയെല്ലാം ഇവൻ വിട്ടുകളയുമാറാകണമേ. കലശയിൽ നിന്നും വിരുദ്ധതയിൽ നിന്ന് ഇവനെ രക്ഷിക്കണമേ. ദുഷ്ടന്മാരായ മനുഷ്യരുടെ പരീക്ഷകളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഇവനെ രക്ഷിക്കണമേ. എല്ലാ പാപങ്ങളിൽ നിന്നും ഇവരെ
നിന്റെ മുമ്പാകെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുമാറാകണമേ. നിന്റെ വിശുദ്ധ തിരുനാമത്തിന്റെ ശുശ്രൂഷകനായി എല്ലാ സമയങ്ങളിലും ഇവനെ നീ വളർത്തണമേ. ഇവൻ നിന്റെ മഹത്വത്തിനായതുമായി തീരണമേ. ഓശോ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധമായ നാമത്തിൽ മത്താ നിത്യജീവനായി മുദ്ര കുത്തപ്പെടുന്നു. പരിശുദ്ധ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നു. യജമാനൻ